ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്ത സെല്ലിംഗ് പ്രഷർ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിനെയും പ്രതികൂലമായി ബാധിച്ചു. ഇൻഡെക്സ് 1.2% ഇടിഞ്ഞു. വിവിധ സെഗ്മെൻറ്റുകളിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. IT, ഫാർമ തുടങ്ങിയ ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെക്ടറുകൾ 3%-ലേറെയാണ് ഇടിഞ്ഞത്. നിഫ്റ്റി 1%-ലേറെ ഇടിഞ്ഞ് 22,950-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ആദ്യം തന്നെ ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന ഘടകങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ താരിഫ് പ്ലാനുകൾ. കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ 26%-നടുത്ത് റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം ഫാർമ സെക്ടറിന് വേണ്ടി പ്രത്യേക താരിഫ് പ്രഖ്യാപിക്കുമെന്നും, അതായത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക താരിഫ് പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫാർമ ഇൻഡെക്സിൽ സെല്ലിംഗ് പ്രഷർ ആരംഭിക്കുകയും ഫാർമ ഇൻഡെക്സ് തന്നെ 6%-ഓളം ഇടിയുകയും ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിനെ അമേരിക്കയുടെ താരിഫ് പ്ലാനുകൾ അത്ര ബാധിക്കില്ല എന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ടെങ്കിലും ഗ്ലോബൽ മാർക്കറ്റ് ദുർബലമാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ എക്കോണമിയെയും ബാധിച്ചേക്കാം. പ്രത്യേകിച്ചും അമേരിക്കയുടെ മാർക്കറ്റും അമേരിക്കൻ ഇൻഡിസസുകളുമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് 6%-ലേറെ ഇടിയുകയും ജപ്പാൻ്റെ മാർക്കറ്റിലും കൊറിയൻ മാർക്കറ്റിലും 3-2%-ഓളം ഇടിവ് വരികയും ചെയ്ത സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റ് റിസഷനിലേക്ക് കടക്കാനുള്ള സാധ്യത വർദ്ധിച്ചതും അമേരിക്കൻ മാർക്കറ്റിൻ്റെയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും മോശം പെർഫോമൻസിന് പിന്നിൽ ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സെക്ടറായ IT സെക്ടർ പോലുള്ള സെക്ടറുകളെ ഇത് വളരെ പ്രതികൂലമായി ബാധിച്ചേക്കും. മറ്റൊരു പ്രധാന കാരണം വരുന്ന Q4 ഇന്ത്യൻ കമ്പനികളുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ആശങ്കയാണ്. Q3 ഒട്ടുമിക്ക കമ്പനികളും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. Q4 പെർഫോമൻസ് മോശമാവുകയാണെങ്കിൽ അത് പുതിയ ഒരു സെല്ലിംഗ് സീരീസിന് വഴി തെളിയിച്ചേക്കും എന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നത്. തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും IT ടെക് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാകുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും IT ഇൻഡെക്സ് 3.3% ഇടിഞ്ഞ് 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 33,663-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഒട്ടുമിക്ക IT സ്റ്റോക്കുകളും 2-6%-ഓളം ഇടിഞ്ഞു. ഇൻഫോസിസ്, TCS, HCL ടെക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ 2% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫ് പ്ലാൻ ഒരു ട്രേഡ് വാറിലേക്കും അത് അമേരിക്കൻ എക്കോണമിയെ റിസഷനിലേക്കും നയിച്ചേക്കും എന്നുള്ള ആശങ്ക രൂക്ഷമായതിനാലാണ് ഇന്ത്യൻ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ IT കമ്പനികൾ അവരുടെ 60%-ഓളം റവന്യൂ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. അമേരിക്കൻ എക്കോണമി തന്നെ അണ്ടർ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ കമ്പനികളുടെ റവന്യൂവിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇതിനുള്ള ഈ ന്യൂസ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു റിലേഷൻ മൂലമാണ് IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് ശക്തമാകുന്നത്. നിഫ്റ്റി IT എന്ന ഇൻഡെക്സ് 2024 ഡിസംബറിലെ ഓൾ ടൈം ഹൈയിൽ നിന്നും 27%-ഓളം ഇടിയുകയും ചെയ്തു. അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്ത്രങ്ങൾ മുതൽ കാറുകൾ വരെയുള്ള സാധനങ്ങൾക്ക് മുകളിൽ നികുതി ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് അമേരിക്കൻ ഇക്കോണമിയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ ആവറേജ് നികുതി 22%-ൽ നിന്നും 24%-ലേക്ക് ഉയരുകയും ചെയ്തു. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡിസസുകളിലും പ്രകടമായിരുന്നു. ഡോ ജോൺസ്, നാസ്ഡാക്ക് ഉൾപ്പെടെയുള്ള ഇൻഡിസസുകൾ 4%-ലേറെയാണ് ഇടിഞ്ഞത്. ഇവിടെ ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫിന് ശേഷം ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും റിസഷൻ വരാനുള്ള സാധ്യത ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി പുറത്തുവിട്ട JP മോർഗൻ്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ റിസഷൻ വരാനുള്ള സാധ്യത 20%-ൽ നിന്നും 30%-ലേക്ക് ഉയർന്നിരിക്കുകയാണ്. കൂടാതെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന താരിഫ് നിരക്കാണ് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാന്ദ്യം വരാനുള്ള സാധ്യത ഉയരുന്നു. കൂടാതെ അമേരിക്ക ഒരു ഷോർട്ട് ടൈം റിസഷനിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് UBSൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാൻസും അമേരിക്കയിൽ മാന്ദ്യം അല്ലെങ്കിൽ റിസഷൻ വരാനുള്ള സാധ്യത ഉയർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റാണ് IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ കാണാൻ സാധിക്കുക. 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 2026 ഫിനാൻഷ്യൽ ഇയറിലെ Q1 IT കമ്പനികളുടെ പെർഫോമൻസ് മോശമാകാൻ സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു. കൂടാതെ ലാർജ് ക്യാപ് IT സെക്ടറിലെ കമ്പനികൾക്ക് അവരുടെ ഗ്രോത്ത് ഗൈഡൻസ് നിലനിർത്തുകയും വളരെ പ്രധാനപ്പെട്ട ചലഞ്ചായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്